ഓഡിയോ തന്റേതല്ല എന്ന് നിഷേധിക്കാൻ ഇന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ തയ്യാറായിട്ടില്ല. താൻ ഒരു കുറ്റവും ചെയ്തിട്ടില്ല. നീതിന്യായ വ്യവസ്ഥയുടെ മുന്നിൽ കോടതിയിലാണ് കാര്യങ്ങൾ പറയേണ്ടത്. മാധ്യമങ്ങളാണോ കോടതിയെന്ന മറുചോദ്യം കൂടി ഉന്നയിക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിന് മുന്നിലേക്ക് ഇപ്പോൾ പെൺകുട്ടിയുടെ രാഹുൽ സംസാരിച്ച ആ യുവതിയുടെ ഗർഭഛിദ്രത്തിന് വിധേയയാക്കിയ യുവതിയുടെ അടുത്ത നീക്കം ഇതാ എത്തുകയാണ്. യുവതി മുഖ്യമന്ത്രിയെ കാണാൻ തയ്യാറെടുക്കുന്നു എന്നുള്ളതാണ് ഫസ്റ്റ് ഓൺ റിപ്പോർട്ട്. നീതി തേടി മുഖ്യമന്ത്രിയെ കാണാൻ യുവതി, രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി നൽകാൻ യുവതി തയ്യാറെടുക്കുകയാണ്. തെളിവുകൾ മുഖ്യമന്ത്രിക്ക് കൈമാറാൻ യുവതി തീരുമാനിച്ചത് ഭീഷണിയും അധിക്ഷേപവും തുടരുന്ന സാഹചര്യത്തിലാണ്. നമുക്കൊപ്പം റോഷിപാൽ ഉണ്ട്. റോഷിപാൽ, രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോഴും ഈ ഓഡിയോ പുറത്തു വന്ന സാഹചര്യത്തിലും വളരെ ആത്മവിശ്വാസത്തോടെ നിൽക്കുകയാണ്. നീതിന്യായ വ്യവസ്ഥയെ ബോധ്യപ്പെടുത്തിയാൽ മതി, ഓഡിയോ തന്റേതല്ല എന്ന് പറയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ രീതിയിൽ തന്നെ തുടരുന്ന സാഹചര്യത്തിലാണോ യുവതി മുഖ്യമന്ത്രിയെ നേരിട്ട് കാണാൻ തീരുമാനിച്ചിരിക്കുന്നത്? സുജാകരയാണ്. സംസ്ഥാനത്ത് ഇതുവരെ കാണാത്ത തരത്തിൽ ഒരു ജനപ്രതിനിധി ഒരു പെൺകുട്ടിയെ ഭീഷണിപ്പെടുത്തി ഗർഭഛിദ്രത്തിന് വിധേയമാക്കുന്നു. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവുകൾ പുറത്തു വരുന്നു. തുടർച്ചയായി തെളിവുകൾ പുറത്തു വന്നിട്ടും തെറ്റ് മനസ്സിലാക്കാതെ ന്യായീകരിച്ച് മുന്നോട്ട് പോകുന്ന MLA രാഹുൽ മാങ്കൂട്ടത്തിൽ മാത്രവുമല്ല, ഇങ്ങനെ ഇരയായ പെൺകുട്ടിയെ നിരന്തരം ആക്രമിക്കുന്നു, സാമൂഹ്യ മാധ്യമത്തിൽ അധിക്ഷേപിക്കുന്ന സാഹചര്യം. അങ്ങനെയുള്ള സാഹചര്യത്തിൽ കൂടിയാണ് പരാതി നൽകാൻ വേണ്ടി യുവതി തയ്യാറെടുക്കുന്നത്. പരാതി നൽകുന്നതിനൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവുകൾ, ഇപ്പോൾ പുറത്തു വന്ന തെളിവുകൾക്ക് അപ്പുറത്തേക്ക് ഇതിനേക്കാൾ ഗൗരവമുള്ള ഒട്ടേറെ തെളിവുകളുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിന് കുരുക്കാകുന്ന തെളിവുകൾ. ആ തെളിവുകളടക്കം പരാതിക്കൊപ്പം കൈമാറാനുള്ള തയ്യാറെടുപ്പാണ് ഇപ്പോൾ പെൺകുട്ടി നടത്തുന്നത്. കാരണം സാമൂഹ്യ മാധ്യമത്തിൽ ഈ ആദ്യത്തെ ശബ്ദരേഖ പുറത്തു വന്നത് മുതൽ തന്നെ ഈ യുവതിയെ വേട്ടയാടുന്നു, യുവതിയെ മോശമായി ചിത്രീകരിക്കുന്നു, യുവതിയെയും കുടുംബത്തെയും ആക്രമിക്കുന്നു. ഇങ്ങനെയുള്ള ഒരു സാഹചര്യം, അത് ഭീഷണിയായി വളരുന്ന സാഹചര്യത്തിൽ കൂടിയാണ് നീതി തേടി മുഖ്യമന്ത്രിയെ തന്നെ സമീപിക്കാനുള്ള ആലോചന ഇപ്പോൾ യുവതി എടുത്തിരിക്കുന്നു. അങ്ങനെയുള്ള തീരുമാനത്തിലേക്ക് യുവതി എത്തിയിരിക്കുന്നു. ഏറെ വൈകാതെ തന്നെ തെളിവുകൾ അത് പോലീസിന്റെ കൈവശം എത്തും എന്ന് ഉറപ്പായി കഴിഞ്ഞു. രാഹുൽ മാങ്കൂട്ടത്തിന്റെ കുരുക്ക് മുറുകുകയാണ്. ആദ്യം മുതൽ തന്നെ ശബ്ദങ്ങൾ പുറത്തു വന്നപ്പോൾ വീട്ടിൽ അടച്ചിരുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ ഇതുവരെ ഈ കാര്യത്തിൽ കൃത്യമായ ഒരു വിശദീകരണം നൽകിയിട്ടില്ല. നിയമത്തിന് മുന്നിൽ താൻ കുറ്റക്കാരനല്ലെന്ന വാദം വീണ്ടും വീണ്ടും രാഹുൽ മാങ്കൂട്ടത്തിൽ ഉയർത്തുകയാണ്. അതിനപ്പുറത്തേക്ക് ഈ വാർത്ത നൽകുന്ന മാധ്യമങ്ങളെ നിരന്തരം അധിക്ഷേപിക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ ഇതുവരെ ഇത് തന്റേതാണോ ശബ്ദമെന്ന് പറയാൻ തയ്യാറായിട്ടില്ല. അതേസമയം കോൺഗ്രസിന്റെ ഇക്ബാൽ അറക്കലടക്കം എല്ലാ മാധ്യമപ്രവർത്തകരും പാലക്കാട്ട് സജീവമായി തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിനിറങ്ങിയ MLA ആയ രാഹുൽ മാങ്കൂട്ടത്തിനോട് കഴിഞ്ഞ 3 മാസമായി താങ്കൾക്കെതിരെ വരുന്ന ഈ ആരോപണത്തിലെ ഈ ശബ്ദം താങ്കളുടേതാണോ എന്ന് ചോദിക്കുമ്പോൾ ഇന്നും ആണെന്നോ അല്ലെന്നോ പറയുന്നില്ല. കോടതിയിൽ പറഞ്ഞോളാം. അല്ല എന്നുണ്ടെങ്കിൽ, ഈ ഓഡിയോ രാഹുലിന്റേതല്ല എന്നുണ്ടെങ്കിൽ നിയമപരമായി നീങ്ങാൻ അറിയാത്തതല്ലോ രാഹുൽ മാങ്കൂട്ടത്തിന്. മാധ്യമങ്ങളെ പഴി പറയുന്നതിനൊപ്പം ഈ മാധ്യമങ്ങൾ തെറ്റായ വാർത്തയാണ് കൊടുത്തതെങ്കിൽ പരാതിയുമായി മുന്നോട്ട് പോകാമല്ലോ. അങ്ങനെയുള്ള നടപടികൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നുമില്ല. ഇവിടെ ആരെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ കബളിപ്പിക്കുന്നത്? ആ പെൺകുട്ടിയും കബളിപ്പിക്കപ്പെട്ട് നിൽക്കുകയാണെന്ന് അവൾക്ക് പൂർണ്ണ ബോധ്യം വന്നതിന്റെ അടിസ്ഥാനത്തിലാണോ മുഖ്യമന്ത്രിയെ കാണാനുള്ള തീരുമാനം? സുജ, ഈ പെൺകുട്ടി മാത്രമല്ല, ഒന്നിൽ കൂടുതൽ പെൺകുട്ടികളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നിർബന്ധിച്ച ഗർഭഛിദ്രത്തിന് വിധേയമാക്കിയത്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ ക്രൂരമായ ലൈംഗിക വൈകൃതത്തിന് ഇരയായത് അതിനേക്കാൾ പെൺകുട്ടികളുണ്ട്. മറ്റൊരു പെൺകുട്ടിയുടെ ഓഡിയോ അത് അഭിമുഖമായി തന്നെ നമ്മൾ പുറത്തുവിട്ടതാണ്. അങ്ങനെ പലരും ഭീഷണി കാരണം പരാതി നൽകുന്നില്ല എന്ന് മാത്രമാണ്, പരാതി നൽകുന്നില്ല എന്ന ഒറ്റ കാരണത്താലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇത് ന്യായീകരിച്ചുകൊണ്ട് വീണ്ടും പൊതുമധ്യത്തിലേക്ക് എത്തുന്നത്. ഒരു പൊതുപ്രവർത്തകൻ എങ്ങനെ പ്രവർത്തിക്കണം എന്നത് ഒരു ധാർമ്മികതയുണ്ട്. ആ ധാർമ്മികത ഉയർത്തിപ്പിടിക്കുന്നുണ്ടെങ്കിൽ കൃത്യമായി നെഞ്ചുയർത്തി തെറ്റ് ചെയ്തില്ലെങ്കിൽ മറുപടി പറയുന്നതിന് പകരം ആ ചോദ്യം ഉയർത്തുന്ന മാധ്യമ പ്രവർത്തകരെ നിരന്തരം അധിക്ഷേപിച്ച് വായടപ്പിക്കാനുള്ള ശ്രമമാണ് ഇപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിൽ തുടരുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാകാം ഒരുപക്ഷെ നീതി തേടി ഒടുവിൽ ആ പെൺകുട്ടി സർക്കാരിനെ തന്നെ സമീപിക്കുന്നു, നിയമ സംവിധാനത്തിൽ ഇപ്പോൾ സമീപിക്കുന്നു എന്നത് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും തെളിവുകൾ ഒന്നാകെ ഇനി സർക്കാരിന് മുന്നിലേക്ക്, പോലീസിന്റെ മുന്നിലേക്ക് എത്തുമെന്നത് ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞു. ഇനി രാഹുൽ മാങ്കൂട്ടത്തിൽ എങ്ങനെയാണ് ന്യായീകരിക്കുക എന്നതാണ്. ഇത്രയും കാലം കോൺഗ്രസിന്റെ വലിയൊരു വിഭാഗം നേതാക്കളെ പോലും തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടാണ് കോൺഗ്രസ് വേദികളിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തിയതെന്നാണ് നേതാക്കൾ പറയുന്നത്. അതിനപ്പുറത്തേക്ക് പരാതി നൽകാത്ത ഒറ്റ കാരണത്താൽ അത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു സംരക്ഷയായി അത് വീണ്ടും വീണ്ടും വേദികളിലെത്തുന്നു. സ്ഥാനാർത്ഥി നിർണയത്തിൽ നിർണായക ഇടപെടൽ നടത്തുന്നു. അങ്ങനെ പാലക്കാട്ടെ ജില്ലാ കോൺഗ്രസ് അധ്യക്ഷരെ പോലും നിഷ്പ്രഭമാക്കിക്കൊണ്ടാണ് അവിടെ ഈ സ്ഥാനാർത്ഥി നിർണയത്തിലടക്കം വേദികളിലടക്കം രാഹുൽ പ്രത്യക്ഷപ്പെടുന്നത്. പലപ്പോഴും വേദികളിലെത്തുമ്പോൾ എങ്ങനെ ഇറക്കിവിടുമെന്ന ചോദ്യമാണ് പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കളും മന്ത്രിമാരൊക്കെ പറയുന്നത്.
ഈ അടുത്ത മന്ത്രിമാർക്കൊപ്പം വേദി പങ്കിട്ടതടക്കം ചർച്ചയായതാണ്. അങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിൽ മണ്ഡലത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. അങ്ങനെ ഇപ്പോഴും താൻ ചെയ്തത് തെറ്റാണെന്ന് ബോധ്യമില്ലാതെ നിയമ സംവിധാനത്തിന് മുന്നിൽ താൻ തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്ന് വീണ്ടും വീണ്ടും ന്യായീകരിക്കുന്ന രാഹുൽ മാങ്കൂട്ടം അതുകൊണ്ടാണ് നീതി ലഭിക്കില്ലെന്ന ഉത്തമ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഇനി നിയമ നടപടിയിലേക്ക് പോകാൻ പെൺകുട്ടി തയ്യാറെടുക്കുന്നത്. പരാതിയുമായി തന്റെ കൈവശമുള്ള എല്ലാ തെളിവുകളും അത് കൈമാറാൻ, മുഖ്യമന്ത്രിക്ക് തന്നെ കൈമാറാനുള്ള തീരുമാനത്തിലേക്കാണ് പെൺകുട്ടി എത്തുന്നത്. ഏതാണ്ട് ആദ്യത്തെ ശബ്ദം പുറത്തു വന്നപ്പോൾ തന്നെ ആ പെൺകുട്ടി പിന്നീട് വീടിന് പുറത്തിറങ്ങിയിട്ടില്ല. ആ പെൺകുട്ടി വീട്ടിൽ അടച്ചിരിക്കുകയായിരുന്നു. മാനസികാഘാതത്തിൽ അവൾ വീട്ടിൽ തന്നെ തുടർന്നു, ജോലിക്ക് പോലും പോകാതെ. അങ്ങനെ പിന്നീട് നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അങ്ങനെ ചികിത്സയൊക്കെ തേടിയതിനു ശേഷം പൂർവ്വസ്ഥിതിയിലേക്ക് ഏതാണ്ട് എത്തുമ്പോഴാണ് തിരിച്ച് ജോലിയിലേക്ക് പ്രവേശിക്കുന്നത്. അങ്ങനെ നിരന്തരം ഒരു തരത്തിലും പരാതി നൽകാതെ വീട്ടിലിരുന്ന ആ പെൺകുട്ടി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരസ്യമായി പ്രതികരിക്കാതിരുന്നിട്ട് പോലും രാഹുൽ മാങ്കൂട്ടത്തിനെ അനുകൂലിക്കുന്നവർ നിരന്തരം സാമൂഹ്യ മാധ്യമത്തിൽ ഈ യുവതിയെ അധിക്ഷേപിക്കാൻ തുനിഞ്ഞിറങ്ങി. അത് തുടർച്ചയായ അധിക്ഷേപമാണ്. ആ പെൺകുട്ടിയുടെ കുടുംബത്തെ പോലും അധിക്ഷേപിക്കുന്ന രീതിയിൽ കാര്യങ്ങളെത്തി. അത് ഭീഷണിയായി മാറുന്ന സാഹചര്യത്തിൽ കൂടി ഒടുവിൽ നിയമ നടപടിയിലേക്ക് പോകാമെന്ന പെൺകുട്ടിയുടെ തീരുമാനം. ഏതായാലും ഇത് വലിയ നിയമപ്രശ്നമായി മാറും. അതിനപ്പുറത്തേക്ക് കോൺഗ്രസ് വലിയ പ്രതിരോധത്തിലാകും. നിലവിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ സംഘടനാ നടപടി എന്ന നിലയിൽ സസ്പെൻഷൻ മാത്രമാണ് എടുത്തത്. അതിനപ്പുറത്തേക്ക് ഇനി പാർട്ടിയിൽ നിന്നും പുറത്താക്കുമോ എന്നതാണ് ഏറ്റവും പ്രധാനമാവുക. അതിനപ്പുറത്തേക്ക് എങ്ങനെ ഇങ്ങനെ MLA പദവിയിൽ തുടരാൻ കഴിയും? കാരണം ഇപ്പോഴും പൊതുമധ്യത്തിലേക്ക് എത്തിയ ശബ്ദങ്ങൾ അത് നിയമവിരുദ്ധമായ പ്രവർത്തനം രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്തു എന്നതിന്റെ തെളിവായി മാറിയിട്ടും MLA എന്ന പദവിയിലിരിക്കുമ്പോൾ ധാർമ്മികമായെങ്കിലും അത് കൃത്യമായ ഒരു വിശദീകരണം നൽകാൻ രാഹുൽ തയ്യാറാകാത്ത സാഹചര്യത്തിൽ അന്ന് കോൺഗ്രസ് നേതൃത്വം MLA പദവി രാജിവെക്കേണ്ടതില്ലെന്ന് തീരുമാനമെടുത്തത് ഒരു ഉപതെരഞ്ഞെടുപ്പ് വരുമെന്ന ഒരാശങ്കയിലാണ്. പ്രത്യേകിച്ച് അങ്ങനെ ഒരു ആശങ്ക ഇനിയുണ്ടാകില്ല. അതുകൊണ്ട് അന്ന് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ഈ പറഞ്ഞ നിയമവിരുദ്ധ പ്രവൃത്തിയെ ശക്തമായി എതിർത്ത കോൺഗ്രസിലെ പ്രധാനപ്പെട്ട നേതാക്കളുണ്ട്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ അടക്കമുള്ള നേതാക്കൾ. അവർ ഈ കാര്യത്തിൽ എന്ത് നിലപാടെടുക്കുമെന്നത് പ്രധാനമാണ്. അന്ന് നിലപാടിന്റെ പേരിൽ VD സതീശനെതിരെ സാമൂഹ്യ മാധ്യമത്തിൽ ഇപ്പോഴും തുടർച്ചയായ ആക്രമണം നടക്കുന്നുണ്ട്. അങ്ങനെ ആക്രമണം നേരിട്ടിട്ടും നിലപാടിൽ ഉറച്ചു നിന്ന പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഇപ്പോൾ ഏറ്റവും പ്രധാനമായി പുറത്തു വന്ന തെളിവുകൾ, ആ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ സ്വീകരിക്കുന്ന നിലപാടാണ് ഏറ്റവും നിർണായകമാവുക. അന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശനെടുത്ത ഒറ്റ നിലപാട് കൊണ്ട് മാത്രമാണ് അന്ന് കടുത്ത തീരുമാനത്തിലേക്ക് കോൺഗ്രസ് നേതൃത്വം പോകേണ്ടി വന്നത്. അന്ന് സസ്പെൻഷനിലേക്ക് പോകേണ്ടി വന്നത് ആ ഒറ്റ കാരണമാണ്. ഏതായാലും VD സതീശന്റെ നിലപാടാണ് ഇപ്പോൾ എല്ലാവരും കാത്തിരിക്കുന്നത്. കാരണം ഏറ്റവും പുതിയ തെളിവുകൾ രാഹുലിന്റെ കുരുക്കുകൾ കൂടുതൽ മുറുകുന്നു. ഇനി പെൺകുട്ടി പ്രതിപക്ഷ നേതാവ് അടക്കമുള്ള രാഷ്ട്രീയ നേതാക്കളെ കാണുമോ എന്നതും പ്രധാനമാണ്. കോൺഗ്രസ് നേതൃത്വത്തെ സമീപിക്കുമോ എന്നത് പ്രധാനമാണ്. കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ അടക്കം നിലപാട് നിർണായകമാണ്. കാരണം തെരഞ്ഞെടുപ്പ് നിയന്ത്രിക്കാനായി ഹൈക്കമാൻഡ് പ്രതിനിധിയായി ദീപാദാസ് മുൻഷി അടക്കം കേരളത്തിലുണ്ട്. ഈ വിഷയത്തിൽ നിലപാട് സ്വീകരിച്ചതിന്റെ പേരിൽ ദീപാദാസ് മുൻഷിയും സാമൂഹ്യ മാധ്യമത്തിൽ വല്ലാതെ ആക്രമിക്കപ്പെട്ട സാഹചര്യമുണ്ട്. അതുകൊണ്ട് കോൺഗ്രസ് നേതൃത്വം ഇനി രാഹുൽ മാങ്കൂട്ടത്തിലിന് സംരക്ഷണം ഒരുക്കുമോ എന്നതാണ് ഏറ്റവും പ്രധാനമാവുക. ഇത്രയും പ്രധാനമായ തെളിവുകൾ, രാഹുൽ മാങ്കൂട്ടത്തിന് കുരുക്കാകുന്ന തെളിവുകൾ, തീർച്ചയായും ഈ തെളിവുകൾ മുന്നോട്ടേക്ക് വരുമ്പോൾ, ആ തെളിവുകൾ മുന്നിൽ നിൽക്കുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ വളരെ കോൺഫിഡന്റ് ആയി വന്ന മാധ്യമങ്ങളെ കാണുന്നതാണ് നമ്മൾ പാലക്കാട്ട് കണ്ടത്.